വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ വിഷു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ലേറ്റായി പോയി. ഒത്തിരി ലേറ്റായിപ്പോയി. ഏപ്രിലായിരുന്നു വിഷു, ഇപ്പോൾ മെയ് ആയി അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും. സത്യം പറഞ്ഞാൽ മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് 1-2 വീഡിയോസൊക്കെ കയറി വന്നിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് നമ്മുടെ വിഷുവിൻ്റെ വീഡിയോ ഇപ്പം പാർട്ട് 2 ആയിരുന്നു. അത് ഒരുക്കങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പബ്ലിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലേറ്റ് ആയിപ്പോയി. അപ്പം ഞാൻ കെട്ടിയ തുളസിമാലയാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ തന്നെയാണ് തുളസിമാല കെട്ടിയെന്ന്. അപ്പം അത് ഞാൻ ഇട്ടു. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ തട്ടിക്കൂട്ടിയൊക്കെ ചെയ്തതാണ്. തട്ടിക്കൂട്ടി പരിപാടിയായിരുന്നു ഇപ്രാവശ്യം. കാരണം ഞങ്ങൾക്ക് വീട് ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ കണിക്കൊന്ന ചേട്ടൻ കൊണ്ടുവന്നു. മാല ഞാൻ കെട്ടി. അങ്ങനെ സ്വർണവും വെള്ളിയില്ലായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് നമ്മുടെ വിഷു ഒരുക്കിയിരിക്കുകയാണ്. കണി അങ്ങനെ നമ്മളുടെ രാവിലത്തെ കാഴ്ച ചേട്ടനാണ് ആദ്യം കണി കണ്ടത്. കാരണം ചേട്ടൻ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ടാണ് രാവിലെ കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കത്തിച്ച് ചേട്ടൻ കണി കണ്ടതിന് ശേഷമാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അതിനുശേഷം ലാസ്റ്റാണ് കേശുവേട്ടനെ വിളിച്ചുകൊണ്ട് വന്നത്. കണി കാണിച്ചതിന് ശേഷം കൈനീട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ആയിരുന്നു തുടക്കം. കേശുവേട്ടനെ കണി വിളിക്കാനായിട്ട് പോയതായിരുന്നു ടാസ്ക്. അവന് എണീക്കാൻ വലിയ മടിയായിരുന്നു. കാരണം ലേറ്റായിട്ടാണ് കണിയും പടക്കം പൊട്ടികളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നത്. പിന്നെ അവനെ വിളിച്ചെണീപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ചേട്ടൻ. ആള് ഭയങ്കര വഴക്കിട്ട് കരഞ്ഞു കൂവിയാണ് എണീറ്റ് വന്നത്. ഹാപ്പി വിഷു. കണ്ണാടി നോക്കാൻ പറയാൻ Happy Vishu. അതിനുശേഷം ഉറങ്ങാൻ പോയെങ്കിലും കേശുവേട്ടന് ഉറങ്ങിയില്ല. പിന്നെ ചേട്ടൻ യൂണിഫോം ഒക്കെ മാറിയിട്ട് വന്നിട്ട് ചേട്ടൻ ഇപ്പം ഡ്യൂട്ടിക്ക് പോവാണ്. ഉച്ചയ്ക്ക് ഇനി വരത്തുള്ളൂ. അപ്പോഴത്തേക്കും സദ്യയും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ എന്തായാലും ഉണ്ടാക്കും ഉച്ചക്കത്തേക്ക്. ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ നേരെ അടുക്കളയിൽ പോയി പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ നമ്മുടെ ലാസ്റ്റായിട്ട് പായസം റെഡി ആയിരിക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ പായസമാണ്, ചക്ക പായസം. അതുപോലെ തന്നെ ഷിഫ്റ്റിങ് ആയതുകൊണ്ട് തന്നെ കണ്ടോ ബോക്സൊക്കെ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും അടുക്കലും പെറുക്കലും ഒന്നും നടന്നിട്ടില്ല. കുറച്ച് ദിവസം ആയിട്ടുള്ളായിരുന്നു. അതിനുശേഷം ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ നല്ല കുറുകുറാനുള്ള സാമ്പാറും പിന്നെ ക്യാബേജ് തോരൻ, മാങ്ങ അച്ചാറ്, പിന്നെ പരിപ്പ് കറി, ചോറ്, പിന്നെ പച്ചടി ഉണ്ടായിരുന്നു, പൈനാപ്പിള്, പിന്നെ ഇച്ചിരി എരിശ്ശേരി വെച്ചു, മോര് കാച്ചി, പിന്നെ അവിയൽ, ഹായ് എൻ്റെ ഫേവറേറ്റ്, പിന്നെ പപ്പടം, പിന്നെ ചക്ക പായസമാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ റെഡിയാക്കി ടേബിളിൽ വെച്ചു.
കുഞ്ഞു പിടിച്ച് പോയി കഴിച്ചു. ഇഷ്ടപ്പെട്ട? അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഞങ്ങൾ റെഡിയായി സദ്യയൊക്കെ ഒരുക്കി വെച്ചപ്പോഴത്തേക്കും ചേട്ടൻ വന്നു. വാഴയിലൊക്കെ ഇവിടെ ടാസ്ക്കാണ്. അപ്പം അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോണ വാഴയില പറിക്കാൻ പോയത്. അപ്പം അവിടെ നിന്ന് ചക്ക കിട്ടിയായിരുന്നു. അങ്ങനെയാണ് അത് കണിക്ക് വെച്ചത്. അപ്പം സദ്യ ഇവിടെ റെഡിയായി. ഞാനും ചേട്ടനും ഒരു വാഴയിലയിലാണ് കഴിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്. അത് ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ച ശീലമാണ്. പണ്ട് വീട്ടിലിങ്ങനെയായിരുന്നു എല്ലാവരും കൂടെ ഒരു വാഴയില കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു വാഴയിലാണ് കഴിക്കുന്നത്, കേശം അല്ലാതെ. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം. അതുപോലെ തന്നെ സദ്യയുടെ കുറച്ച് പായസം കാര്യങ്ങളൊക്കെ എനിക്ക് നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിഷു സദ്യ കഴിക്കുകയാണ്. കേശുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഞങ്ങൾ വിഷുവിനെടുത്ത ഡ്രസ്സൊന്നും ഇട്ടില്ല കേട്ടോ. അത് പിന്നീട് ഇടാന്ന് വിചാരിച്ചു. തൃപ്പൂണിത്തുറ പോകണം. ആദ്യം ഞങ്ങൾ നേരത്തെ താമസിച്ച അവിടുത്തെ നെയ്ബറിനും ഇവിടുത്തെ നെയ്ബറിനും കുറച്ച് പായസവും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ട് കൊണ്ട് കൊടുക്കാൻ പോയി. അതിനിടയ്ക്കൊരു മഴയൊക്കെ പെയ്തു. അതിനുശേഷം ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്ന് ചേഞ്ച് ചെയ്തു. കേശുട്ടിന് വിഷുവിനെടുത്ത ഡ്രസ്സ് ഇതാണ്, ചേട്ടൻ്റെത് ഇതും. അതുപോലെ തന്നെ പ്രൈസല്ല മറ്റേ സൈസിൻ്റെ സംഭവം. കേശുട്ടിൻ്റെ പരിപാടിയാണ് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത്. എല്ലായിടും പോയി അത് എടുക്കലാണ് അവൻ്റെ പരിപാടി. ഡ്രസ്സൊക്കെ എടുക്കാൻ പോയാൽ എൻ്റെ ഡ്രസ്സ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഉടുപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്റ്റുഡിയോന്നാണ് എടുത്തത്. വീഡിയോയിൽ പോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിന് മറ്റേ തുണിക്ക് വലിയ ക്വാളിറ്റി കുറവാണ്, പക്ഷെ കുറേ അടിപൊളി മോഡൽസ് ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പം ഞങ്ങൾ പോകുന്ന തൃപ്പൂണിത്തുറയിലേക്കാണ്. ഇന്നലെ കുറച്ച് പടക്കമേ ഞങ്ങൾ വാങ്ങിച്ചുള്ളായിരുന്നു. അപ്പം ഭയങ്കര തിരക്കായിരുന്നു ഒന്നാമത്തെ കാര്യം. അപ്പം ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകാം, പിന്നെ ഇച്ചിരി പടകം കൂടെ മേടിക്കാമെന്ന് വിചാരിച്ച് തൃപ്പൂണിത്തുറയിലേക്ക് വന്നതാണ്. പക്ഷെ വിചാരിച്ചവരല്ല, ഭയങ്കര തിരക്ക് ഇല്ലായിരുന്നു കേട്ടോ. തിരക്ക് ഭയങ്കര കുറവായിരുന്നു. അതുപോലെ തന്നെ തിരക്ക് കുറവായിരുന്നത് മാത്രമല്ല, വെറൈറ്റി ആയിട്ടുള്ള പടക്കങ്ങളൊക്കെ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കേശൂട്ടിന് പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ എന്തായാലും ഇനി വീട്ടിലേക്ക് പോകണം. രാത്രിയാണ് അടുത്ത പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അമ്മൂനായ എൻ്റെ അമ്മേനെ ഒക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. കലാശക്കൊട്ടായിട്ട് നമുക്ക് മേലോട്ട് പോകുന്നൊരു പടക്കം ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ വിചാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയില്ല. എല്ലാ കാര്യങ്ങളൊക്കെ തീർന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് വിഷു അങ്ങോട്ട് ആഘോഷിക്കുക, അത്ര തന്നെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ലേറ്റായി പോയെങ്കിലും ഹാപ്പി വിഷു.